നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലീഗ്സ് കപ്പിൽ ഇന്ന് ഇന്റർ മയാമി നെക്കാക്സയ്ക്കെതിരെ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് വിജയിച്ചത്. ഈ ലീഗ്സ് കപ്പിന് വിചിത്രമായ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. കളിച്ച 3 കളി ജയിച്ചാൽ പോലും മുന്നോട്ട് പോവുക എന്നുള്ളത് ചിലപ്പോൾ സംഭവിച്ചേക്കില്ല. അതിൻ്റെ ഫോർമാറ്റൊക്കെ നമ്മൾ നേരത്തെ വിശദമായി പറഞ്ഞതാണല്ലോ. കാരണം കളി വരുന്നത് MLS ടീമുകൾക്ക് ലിഗ MXലെ ടീമുകളോടാണ്. പക്ഷേ MLS ടീമുകൾ ഒരുമിച്ചാണ് ഒരു പോയിന്റ് പട്ടിക, ലിഗ MXലെ ടീമുകൾ ഒരുമിച്ചാണ് വേറൊരു പോയിന്റ് പട്ടിക. അപ്പോൾ 3 കളി ജയിച്ചാലും ചിലപ്പോൾ മുന്നോട്ട് കടക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഗ്രൂപ്പിലുള്ള ഒരേ ടേബിളിൽ വരുന്നവർ തമ്മിൽ ഏറ്റുമുട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഗോൾ ഡിഫറൻസും മറ്റുമൊക്കെ ആയിരിക്കും നോക്കുക. ഇപ്പോൾ ഇവിടെ റെഗുലർ ടൈമിൽ വിജയിച്ച 3 പോയിന്റ്, റെഗുലർ ടൈമിലെ സമനിലയാണെങ്കിൽ 1 പോയിന്റ്, പിന്നെ ഷൂട്ടൗട്ടിൽ ജയിച്ച 2 പോയിന്റ്. ഇതാണ് സ്ഥിതിവിശേഷം. അപ്പോൾ ഇന്നത്തെ കളിയിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, മയാമിക്ക് ഷൂട്ടൗട്ടിൽ വിജയിച്ചതിൻ്റെ 2 പോയിന്റ് കിട്ടും. റെഗുലർ ടൈമിൽ സമനില പിടിച്ചതുകൊണ്ട് നെക്കാക്സയ്ക്ക് 1 പോയിന്റ്. അത് പിന്നെ ലിഗ MXൻ്റെ ടേബിളിലാണ്, അത് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ചോദ്യം ഇതാണ്, 3 കളിയും നേരിട്ട് ജയിച്ചാൽ പോലും ചിലപ്പോൾ എത്തിയേക്കില്ല എന്നുള്ള ആശങ്കയുള്ള ഈ ടൂർണമെൻറ്റിൽ രണ്ടാമത്തെ കളി സമനില കുരുങ്ങി ഷൂട്ടൗട്ട് ജയിച്ച് 1 പോയിന്റ് നഷ്ടമായി. 3 പോയിന്റ് കിട്ടുന്നിടത്ത് 2 പോയിന്റാണ് ഇന്റർ മയാമിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി മുന്നോട്ട് പോക്ക് സാധ്യമാകുമ്പോൾ 1 കളി കൂടിയാണ് മയാമിക്ക് ബാക്കിയുള്ളത്. അപ്പോൾ ലീഗ് ഘട്ടത്തിൽ ഇനി 1 കളി ബാക്കി എന്ന് പറഞ്ഞാൽ അത് ഓഗസ്റ്റ് 7 പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്ക് പുമാസ് UNAMനെതിരെയാണ്. ശക്തമായ ടീമാണ്, മെക്സിക്കോയിലെ ശക്തമായിട്ടുള്ള ടീമിനെതിരെയാണ് അക്കളി വരുന്നത്. അപ്പോൾ എന്താണിപ്പോൾ മെസ്സിയുടെ മയാമിയുടെ സ്ഥിതി? മെസ്സി പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണ്, നമുക്കറിയാമല്ലോ. എന്നാൽ പോലും അദ്ദേഹം മടങ്ങി വരും അടുത്ത കളിക്കൊക്കെ എന്ന പ്രതീക്ഷയിൽ ആരാധകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിന് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. അപ്പോൾ നിലവിൽ MLS ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ മയാമി 2ാം സ്ഥാനത്താണ്. ആദ്യം 4 സ്ഥാനക്കാരാണ് അടുത്ത റൗണ്ടിലേക്ക് കടക്കുക. ഇപ്പോൾ മയാമി 2ാം സ്ഥാനത്താണ്. പോർട്ട്ലൻഡാണ് കളിച്ച 2 കളിയും നേരിട്ട് ഷൂട്ടൗട്ടൊന്നും പോവാതെ വിജയിച്ച് 6 പോയിന്റോട് ഒന്നാമത്. മയാമി 2 കളി 1 വിജയം 1 സമനില എന്ന് പറയും. പിന്നെ ഷൂട്ടൗട്ടിൽ വിജയിച്ചത് കൊണ്ട് അവർക്ക് 5 പോയിന്റ്. മിന്നസോട്ടയ്ക്ക് 4 പോയിന്റ്, കൊളംബസിന് 4 പോയിന്റ്, ഓർലാൻഡോ സിറ്റിക്ക് 4 പോയിന്റ്. ഇതാണ് ആദ്യ 5 സ്ഥാനങ്ങളിലുള്ളവർ. അപ്പോൾ മയാമിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു എഡ്ജുണ്ട്. പുമാസ് UNAMനോട് തോൽക്കാതിരിക്കുക, വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റ് റിസൾട്ടുകളൊന്നും നോക്കണ്ട, അവർക്ക് നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കാനുള്ള അവസരം ഉണ്ടാകും. ഏതായാലും അതിന് കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു. മെസ്സി കൂടി പരിക്ക് മാറി വരികയാണെങ്കിൽ അത് അവർക്ക് വലിയ ഒരു ബൂസ്റ്റിംഗ് ആയിരിക്കും കൊടുക്കുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.